സെൽഫ് ലവ്. എന്താണ് സെൽഫ് ലവ്? സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കുക. എന്താണത്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നോക്കലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കാറുണ്ട്. അവർ സ്നേഹിക്കുന്നില്ല, അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ പറയാറുണ്ട് അല്ലേ? പക്ഷേ നമ്മളെ സ്നേഹിക്കാറുണ്ടോ? അതൊരു ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ സ്നേഹിക്കാറുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു കാഴ്ചപ്പാടാണ്. അത് കീപ്പ് ഇറ്റ് അപ്പ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും എന്ത് ചെയ്യാറില്ല, അവനവനെ പറ്റി ചിന്തിക്കാറില്ല. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ളവരെ പറ്റിയാണ്. അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ നോക്കി ചിലപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ പറയുന്ന ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. നമ്മളെ തന്നെ മറന്ന് നമ്മുടെ ചുറ്റുഭാഗമുള്ളവരെ സ്നേഹിക്കാനും അവരിൽ നിന്ന് എങ്ങനെ സ്നേഹം പിടിച്ചു വാങ്ങാമെന്നും അവരെന്താ സ്നേഹിക്കാത്തന്നെ, അവരെന്താ ഇങ്ങനെ അങ്ങനെ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നടന്നിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ട ആരെയാണ്? നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത് അല്ലേ? ഒരു കാലഘട്ടം നമ്മളൊരു പഴയ ഒരു കുട്ടിക്കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരെക്കുറിച്ച് വലിയ ബോധർ ചെയ്തിരുന്നോ? ഇല്ല. അവരൊക്കെ നമ്മളെ ചുറ്റുപാടും അന്നും ആൾക്കാരുണ്ട്, ഇന്നും ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഇന്നാണ് കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരെക്കുറിച്ച് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളെയായിരുന്നു. ഇപ്പോൾ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തൃപ്തിപ്പെടുത്താനാണ് അവിടെ നോക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ട കളികൾ, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലേ? നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പണ്ട് വാശി പിടിച്ചിരുന്ന ഓർമ്മയില്ലേ? അതുപോലെ നമുക്ക് കിട്ടുന്ന കളിപ്പാട്ടങ്ങൾ, അതിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്നൊരു കാലഘട്ടം അല്ലേ? അപ്പം നമ്മൾ നല്ല പോലെ കെയർ ചെയ്തിരുന്നത്, നമ്മളെ നല്ല സ്നേഹത്തോടെ കൊണ്ടുനടന്നിരുന്ന കാലഘട്ടമാണ് കുട്ടിക്കാലം. അന്ന് നമ്മളെ ആരായിരുന്നു? അത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോൾ വേറൊരു ലോകത്താണ്. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് പറയുന്നത്, എനിക്കിപ്പം സ്ത്രീകളുടെ മെൻറ്റാലിറ്റിയാണ് കൂടുതൽ അറിയാം. പക്ഷെ അതേ സെയിം സംഭവം തന്നെ എൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടി മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും ഇതേ ഇതിൽ തന്നെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബദ്ധപ്പാടിൽ സ്വയം മറക്കുന്നുണ്ട് അവരുടെ ടാലൻസ് അല്ലേ? ഇവർ എന്തായിരുന്നു, നമ്മളെയൊക്കെ ടാലൻസ് എന്തായിരുന്നു, അതൊക്കെ നമ്മൾ മറന്നില്ലേ? നമ്മളെ ഹോബീസ്, അതേപോലെ തന്നെ നമ്മളെ ഹാബിറ്റ്സ് എല്ലാം നമ്മൾ മറന്ന് വേറൊരു ലോകത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു ലോകത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്തായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ഒരു സെൽഫ് അനാലിസിസ് നടത്തണം. എന്താണ് സെൽഫ് അനാലിസിസ്? നമ്മൾ യഥാർത്ഥത്തിൽ അനാലിസിസ് ചെയ്യണത് ഭൂരിഭാഗവും നമുക്ക് അപ്പുറമുള്ള ആൾക്കാരെയാണ്. അവരിങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ, അവർ കുറച്ചും കൂടി മെച്ചപ്പെട്ടൂടെ, അങ്ങനെ. അതിന് പകരം നമ്മൾ ചില ഒഴിവുള്ള സമയത്തൊക്കെ സെൽഫ് അനാലിസിസ് നടത്തുക. സ്വയം ഒന്ന് അനാലിസിസ് ചെയ്യുക. ഞാനിനി മാറേണ്ടതുണ്ടോ? അതായത് നമ്മളെ ചുറ്റുപാടുമുള്ള ആൾക്കാരെയും സാഹചര്യങ്ങളെയും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അത് നമുക്കൊരു പരിധി വരെ മാറ്റാൻ കഴിയുള്ളൂ. നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചുറ്റുപാടുമുള്ള ആൾക്കാരെയും അതേമാതിരി പരിസ്ഥിതിയെയും ഒക്കെയാണ് മാറ്റാൻ പോകുന്നത്. അതിന് പകരം നമ്മളെന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒന്ന് മാറ്റാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സെൽഫ് അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവം. അതെന്താണ്? നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം അല്ലേ? മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ വട്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പം നമ്മളെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, നമ്മളെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലൈഫാണ്. ഇപ്പോൾ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് 10, 21, 22 വയസ്സ് ആ ഒരു സമയത്ത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, അതുവരെ ഒരു ചെടിയാണെന്ന് വിചാരിക്കുക. ആ ചെടി ഒരു സാഹചര്യത്തിൽ വളർന്ന് ആ ചെടിയെ വേറൊരു സാഹചര്യത്തിലേക്ക് പിഴുത് മാറ്റുകയാണ്. പിന്നെ ആ ചെടി എവിടെയാണ്? ആ സാഹചര്യവും ആയിട്ട് ഇങ്ങനെ വളരണം. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ ആ ചെടിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ചെടി എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോൾ ആ ചെടിക്ക് ചിലപ്പം അവനവൻ്റെ തോട്ട് പോലും മറന്ന ഒരു സാഹചര്യമായിരിക്കും. അതുവരെ ഉണ്ടായിരുന്ന ഒരു രാജകുമാരിയെ പോലെ ആയിരിക്കും ചിലപ്പം അവളെ വീട്ടിൽ വളർന്നിട്ടുണ്ടായിരിക്കുക.
പക്ഷെ അവൾ ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പം അവിടെ എന്താണ് ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ഒതുങ്ങി ചിലപ്പോൾ എന്താവേണ്ടി വരും. അവനവൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്, അവനവൻ എന്തൊക്കെയാണ് ഇനി ആയിത്തീരേണ്ടതെന്നോ അവനവൻ എന്തൊക്കെ ചിന്തിക്കാമെന്നോ എല്ലാം മറന്ന് പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾ, പിന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇൻലോസ് ഉണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ, അങ്ങനെ ആയി സാഹചര്യത്തിൽ നിന്ന് ഇപ്പം ഒരുപാടൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും പക്ക അങ്ങോട്ട് മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം എന്താണ് അവനവൻ എന്തായിരുന്നു എന്നോ അവനവൻ്റെ കരിയർ ഇനി മെച്ചപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ടാലൻറ്റുകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ മികച്ച ഒരു നേട്ടം കൈവരിച്ചോന്നോ. ചിലപ്പോൾ ഡാൻസ് കളിച്ചിരുന്ന കുട്ടികളായിരിക്കാം, അവർ ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരിക്കാം, മുതിർന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ചില സാഹചര്യങ്ങളിലൊക്കെ അതൊക്കെ ഒതുക്കി ഒരു മുക്കിലിടേണ്ട, അതേപോലെ തന്നെ പാട്ട് പാടേണ്ട കുട്ടികളുണ്ടായിരിക്കാം, ചിത്രം വരയ്ക്കണ കുട്ടികളുണ്ടായിരിക്കാം. ഇവർക്കൊക്കെ എന്താണ് ഇവരുടെ ആ ഒരു ടാലൻറ്റ് ഒതുക്കി ഒരു മൂലയിൽ വെക്കേണ്ട ഒരു സംഭവങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം അവർ അവരുടേതായ തിരക്കുകളിലേക്ക് പോകുമ്പോൾ ഇതൊന്നും തന്നെ എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു സാഹചര്യമാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പറ്റി ആലോചിക്കണം. അതിന് നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ സെൽഫ് അനാലിസിസ് നടത്താം. സെൽഫ് അനാലിസിസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെപ്പറ്റി മനസ്സിലാക്കാം. നമ്മളിനി എവിടെയൊക്കെ മാറേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ നോക്കണ്ടെന്നേ. അവർ മാറുന്ന കാര്യമൊക്കെ കണക്കാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മാറ്റാൻ പറ്റുമല്ലോ. നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ നോക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക. മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യാനോ ഒക്കെ ഉള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഫ്രം ദ ഹാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ വിഷ് ചെയ്യാൻ നോക്കുക. അഭിനന്ദിക്കേണ്ട അവസരങ്ങളിലൊക്കെ അഭിനന്ദിക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പോസിറ്റീവ് മൈൻഡോടെ, വളരെ നാരോ മൈൻഡഡ്നെസ്സിൽ കൂടെ അല്ലാതെ നല്ല ബ്രോഡ് മൈൻഡഡ്നെസ് കൂടെ തന്നെ പോകാൻ നോക്കുക. അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, സന്തോഷത്തോടെ ഇരിക്കണം. ചെറിയ ചെറിയ സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ സന്തോഷിക്കാൻ നോക്കുക. അങ്ങനെ എപ്പോഴും സന്തോഷം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തിക്കൊണ്ടിരിക്കുക. സന്തോഷം ഇങ്ങോട്ട് കടന്നു എനിക്ക് സന്തോഷമൊന്നും കിട്ടുന്നില്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ശരിക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷം കണ്ടെത്താൻ പറ്റും. ചെറിയ സാഹചര്യമാണെങ്കിലും അതിൽ സന്തോഷിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ സെൽഫ് അനാലിസിസ് നടത്താം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയൊക്കെയാണ് നമ്മളെ മാറ്റേണ്ടത് എന്നുള്ളത്. അതൊന്ന് നമുക്ക് മാറ്റാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ ഹോബീസും ഹാബിറ്റ്സൊക്കെ തിരികെ കൊണ്ടുവരാൻ പറ്റും അല്ലേ. ചിലപ്പോൾ എഴുത്തുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും, കഥകളും കവിതകളൊക്കെ എഴുതിയ കുട്ടികളായിരിക്കും. പക്ഷേ ഇപ്പം പിന്നെ പണ്ട് ഞാൻ എഴുതിയിരുന്നു അങ്ങനെ പറയില്ലേ. അപ്പം ഇപ്പോഴും എഴുതാൻ നോക്കുക, ആളെന്നെയല്ലേ ഇത്. അപ്പം ജീവിത സാഹചര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുക ചെയ്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അനുഭവങ്ങളൊക്കെ കൂടുക ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ ടാലൻ്റൊക്കെ ഒന്ന് പൊടി തട്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, എടുക്കാൻ പോവാം. അങ്ങനെ നമുക്ക് നമ്മളെ എന്തായാലും സ്വയം നമ്മളെ സ്നേഹിക്കാൻ ഉള്ള ഒരു വഴിയാണത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യാം, അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. നമ്മൾ വേറൊരാളെ കമ്പയർ ചെയ്യണ്ടെന്നേ. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ സുന്ദരിയാണ്, നമ്മളും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ അതിൽ വെച്ച് നമ്മൾ ഒരു സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണെന്ന് നമ്മൾ തന്നെ സെൽഫായിട്ട് എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കാര്യം ചെയ്താലും വേറൊരാളുടെ അപ്രീസിയേഷന് പിന്നെ എന്താണ് കാത്തു നിൽക്കാതെ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, ഇങ്ങനെ ഹാർട്ടിൽ തട്ടി നന്നായിട്ടുണ്ട്, നല്ല കുട്ടി, ഇങ്ങനെ ചെയ്തല്ലോ നീ എന്നുള്ള അങ്ങനെയാണ് അപ്രീഷിയേറ്റ് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സ്വയം നമ്മളെ തന്നെ എന്ത് ചെയ്യുക, അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. വേറൊരാൾ ഇപ്പോൾ ഹസ്ബൻഡ് അപ്രീസിയേഷൻ കിട്ടിയില്ല എനിക്ക്, മറ്റുള്ളവർ തന്നില്ല, മറിച്ചവർ തന്നില്ല, അങ്ങനെയൊന്നും നോക്കാതെ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ നല്ലൊരു സംഭവമാണെന്നുള്ള രീതിയിൽ തന്നെ പോവാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെൽഫ് ലവിലേക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ കെയർ ചെയ്യാം. ഇപ്പം എനിക്ക് ഒരു ടീനേജ് ആയ സമയത്തൊക്കെ എനിക്കിങ്ങനെ എന്താണ് മെഹന്തി ഇടാൻ ഇഷ്ടമായിരുന്നു, ട്യൂബൊക്കെ വാങ്ങിയിട്ട്. പിന്നെ കുറേ കാലത്ത് ഞാനിതൊന്നും ചെയ്തിരുന്നില്ല. പിന്നെയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഞാനങ്ങനെ നന്നായിട്ട് ട്യൂബൊക്കെ ഇട്ട് ചെയ്തിരുന്നല്ലോ, എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ കല്യാണം വേണമെന്നൊന്നുമില്ല, കല്യാണമൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സ്കിന്ന് കെയർ ചെയ്യാൻ നോക്കുക, ഹെയർ കെയർ ചെയ്യാൻ നോക്കുക. അതിലേക്കൊക്കെ ഒന്ന് ഇതാക്കുക. അത് വെച്ചിട്ട് നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പണ്ടത്തെ ആളല്ല, നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കുക എന്നല്ല പറഞ്ഞത്.
മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കാര്യം കൂടി നോക്കുക. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എണീറ്റ ഉടനെ തന്നെ നമുക്കത് തുടങ്ങാം അല്ലേ. എണീറ്റ് കുറച്ച് നേരത്തെ എണീക്കാം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ പറയുന്ന ഞങ്ങൾക്ക് സമയമില്ല, ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെ നമ്മളത് ചിലവഴിക്കുന്നു എന്നുള്ളതാണ് കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുക. ഈ നേരത്തെ എണീറ്റാൽ തന്നെ വേറൊരു വൈബാണ്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യം നേരത്തെ എണീക്കാൻ. പക്ഷെ അത് സ്ഥിരം അങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് അല്ലേ പറയും. ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എണീക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വേറൊരു വൈബാണ്. ഇപ്പോൾ എല്ലാവരും സൈലൻ്റായി, മക്കളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയമായിരിക്കുമല്ലോ. അതിൽ പ്രകൃതിക്ക് തന്നെ നല്ലൊരു വൈബാണ് ആ സമയത്ത്. അപ്പം അങ്ങനെ എണീറ്റ് ശീലമായി കഴിഞ്ഞാലേ അതിൻ്റെ ഒരു രസം അറിയുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് എടുക്കാം, ഒരു മീ ടൈം കൊടുക്കാം. എന്താ മീ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം. ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എണീറ്റ പാടെ അലാം അടിക്കുന്നു, അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ അങ്ങ് എണീക്കും. ബെഡിൽ നിന്ന് എണീക്കുന്നു, നേരെ ഓടും എങ്ങോട്ട്, കിച്ചണിലേക്ക് അല്ലേ. അവിടെ തുടങ്ങായി അല്ലേ, ആദ്യത്തെ ചായേൻ്റെ ഒരു പിന്നെ ഇത് വെക്കുന്നതിലൂടെ തുടങ്ങായി അവിടെ അന്നത്തെ ഡേ. അവിടെ എവിടെ നമ്മളെ കെയർ ചെയ്യാനും എല്ലാം നമുക്ക് പിന്നെ സമയമില്ല. പിന്നെ അത് കഴിഞ്ഞു ടിഫിനാക്കണം, ലഞ്ചാക്കണം, അതാക്കണം ഇതാക്കണം, പിന്നെ വൈകുന്നേരമായി. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, ബിസി ആയി നിൽക്കും, നമുക്ക് സമയമില്ല. അപ്പം അതിന് നമ്മളെന്ത് ചെയ്യണം, ഒരു റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത്. ഇപ്പം ചിലർ പറയും ഇങ്ങനെ ടൈം ടേബിളൊന്നും ഇല്ലാതെയും പോകുന്നില്ലേന്ന്, അങ്ങനെ പോകുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും എന്ന് അറിയില്ല. അതേമാതിരിയാണ് നമ്മൾ തലേ ദിവസം തന്നെ ഇന്നതൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് ഇങ്ങനെയാണ് ഒക്കെ നമ്മൾ തലേ ദിവസം തന്നെ പ്രിപ്പറേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, രാവിലെ കുക്കിങ്ങിൻ്റെ മുന്നേ തന്നെ നമ്മളെ മീ ടൈമിൽ എന്താണ്, ഇങ്ങനെ രാവിലെ എണീക്കുന്നു, കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പം തന്നെ കുളിക്കുക. ഇനിയിപ്പം ചിലർക്ക് രാവിലെ തന്നെ കുളിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് അപ്പം കുളിക്കണം എന്നില്ല. എന്നാലും പിന്നെ എന്ത് ചെയ്യാം, ഒരു യോഗ അല്ലെങ്കിൽ എക്സസൈസോ ഒക്കെ ഒരു 10-15 മിനിറ്റ്, 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ചെയ്താൽ മതി. വലിയ യോഗയോ അല്ലെങ്കിൽ വലിയ എക്സസൈസോ ചെയ്യണമെന്നൊന്നുമില്ല. ഫുൾ ബോഡി ഒന്ന് അനങ്ങുന്ന രീതിയിലുള്ള ഒരു എക്സസൈസും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം, ഒരു ബ്ലഡ് പിന്നെ സർക്കുലേഷൻ നടക്കുന്ന രീതിയിൽ എല്ലാ അവയവങ്ങൾക്കും കിട്ടുന്ന രീതിയിൽ ഒരു എക്സസൈസും. അതുപോലെ തന്നെ യോഗ അറിയുന്നവർ യോഗ, പ്രാണായാമം ഇതൊക്കെ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരുള്ളൂ എല്ലാം കൂടി അത്ര എടുത്താൽ മതി. വലിയ രീതിയിലൊന്നും ചെയ്യണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് യോഗ ഉണ്ട് അല്ലേ. അപ്പോൾ ഫേസ് യോഗ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലേ. ഒരു 40 എബോവ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, മെല്ലെ സാഗ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ അതൊക്കെ എന്താണ് 35 പ്ലസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളതൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കുട്ടികളെയും ഭർത്താവിനെയും ഇൻലോസിനെയും ഒക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് എന്താണ് ആഗ്രഹം അത് മാത്രം നോക്കിയിരുന്നാൽ അവരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മളല്ലാതെ വേറെ ഒരാൾ തൃപ്തിപ്പെടുമോ? ഇല്ല. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്, അവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളാണ്. ഒരാൾക്ക് ഒരാളെയും പൂർണ്ണമായിട്ട് 100% തൃപ്തിപ്പെടുത്താനൊന്നും കഴിയില്ല. അപ്പം ഒരു വിധമൊക്കെ തൃപ്തിപ്പെടുത്തുക. നമ്മളെ മാത്രം നോക്കാൻ പറ്റില്ല, നമുക്ക് ഇപ്പം കൂടുതൽ എന്തുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം മറ്റുള്ളവരെയും നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. ഒപ്പം നമ്മളെ മറക്കരുത്. അങ്ങനെ നമ്മൾ മറക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കയറി പിന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അത് കളയണ്ടല്ലോ, അത് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ കഴിച്ച് നമ്മളെന്താ ചെയ്യും, ഓവർ വെയിറ്റ് ആവുന്നതോടുകൂടി തന്നെ എന്താണ്, ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഇങ്ങനെ ക്യൂ ആയി. അപ്പോൾ അതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ, നമ്മളെ അങ്ങനെ അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ല നമ്മൾ ഹെൽത്ത് വൈസ് ആയിട്ട്. അപ്പോൾ ഹെൽത്ത് വൈസ് ആയിട്ടും പിന്നെ പുറമേയുള്ള ഹെൽത്ത് മാത്രം പോരാ, മെൻ്റൽ ഹെൽത്തും നമ്മൾ നോക്കണം. അതിന് യോഗ, മെഡിറ്റേഷൻ അല്ലേ, ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള മാറ്റം എന്താ, നല്ല മാറ്റമാണ് ഉണ്ടാവുക. അത് കോൺസെൻട്രേഷൻ ആദ്യമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ പയ്യെ എന്ത് ചെയ്യും, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. അത് 5 മിനിറ്റ് എന്നുള്ളത് പിന്നെ 10 മിനിറ്റ് ആക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുക രാവിലെ അത് പറ്റുള്ളൂ. കാരണം പ്രകൃതിയും അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ശബ്ദവും ഒന്നുമില്ലാതെ അവരെ നീക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നെങ്കിലും കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കൂടി ചെയ്യാൻ 1/2 അല്ലെങ്കിൽ 3/4 മണിക്കൂർ മാത്രമേ വേണ്ടി വരുള്ളൂ.
ഇതാണ് മീ ടൈം എന്ന് പറയുന്നത്. ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ബുക്ക് നമുക്ക് നമ്മളെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളൊരു ബുക്ക് വായിക്കാം. അതായത് നോവലോ അല്ലെങ്കിൽ കവിതകളോ അങ്ങനെ അല്ലാത്ത നമ്മളെ സെൽഫ് ഡെവലപ്മെൻറ്റിന് പറ്റിയ ബുക്കുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബുക്കുകൾ ഒരു 2 പേജെങ്കിലും വായിക്കാം രാവിലെ. അത് നല്ലതായിരിക്കും. പിന്നെന്ത് ചെയ്യാം, ഈ മീ ടൈമിൽ പിന്നെന്തൊക്കെ ഉൾപ്പെടുത്താം, നന്നായി വെള്ളം കുടിക്കാൻ നോക്കാം. എണീറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ചായയോ കാപ്പിയോ അങ്ങനെ കഴിക്കാതെ ആ വെറും വയറ്റിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കുക. ഒരു അരക്കുപ്പി വെള്ളം, ഒരു 1/2 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളെ ബോഡി ആദ്യം തന്നെ എന്താണ്, ക്ലെൻസിങ് ആണ് നടക്കുന്നത് അല്ലേ. ഈ ചായയാണ് അല്ലെങ്കിൽ കാപ്പിയാണ് ആദ്യം തന്നെ നമ്മളെ വയറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നിർത്തിയിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. ആദ്യമൊക്കെ പ്രശ്നങ്ങൾ വരും, കുറേശ്ശെ 1 ഗ്ലാസ് 2 ഗ്ലാസ് അങ്ങനെ കൂട്ടി ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അത് നമുക്ക് മാറ്റാൻ പറ്റും. അതുതന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു തുടക്കമായി. അപ്പം നമ്മളിങ്ങനെ ഉള്ള ഒരു തുടക്കത്തോടു കൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീ ടൈമിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിന് ശേഷം കുളിക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, കുളിക്കാം. ഇനി തല കുളിക്കാൻ അപ്പം പറ്റുന്നില്ലെങ്കിൽ മേലെങ്കിലും കഴുകിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസ്റ്റായിട്ടും അത് ഏത് മതത്തിൽ പെട്ടവരായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രയർ അല്ലേ. അപ്പം ദൈവം അല്ലെങ്കിൽ ഒരു പ്രപഞ്ചശക്തി അതിനെ എന്ത് ചെയ്യണം, എന്തായാലും പ്രാർത്ഥിക്കേണ്ടതാണ്. അത് നമ്മളെ മൈൻഡിനെ പവറാക്കാൻ ഇതിലപ്പുറം ഉള്ള ഒരു സംഭവമില്ല അല്ലേ പ്രയറിൽ കൂടെ. അപ്പം നല്ല രീതിയിൽ പ്രയറും നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുക്കളയിൽ കയറി അതിൻ്റേതായ ചിട്ടയിൽ വേഗം പാചകവും ബാക്കിയുള്ള കാര്യങ്ങളും ജോലിക്ക് പോവാണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെന്ത് ചെയ്യും, നമുക്കൊരു ഉണർവുണ്ടാവും. അല്ലാതെ നേരെ പോയിട്ട് പിന്നെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നേരമില്ല ഓടി വേഗം ഒരു കുളി കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് പോയി, അത് കഴിഞ്ഞ് അവിടുത്തെ സ്ട്രെസ്സും മറ്റത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും വീട്ടിൽ കയറുന്നു, കുട്ടികളെ ഹോംവർക്ക് അത് നോക്കുന്നു. പിന്നെ നമുക്കുണ്ടായിരിക്കും ചിലപ്പം ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിൽ, അത് പിന്നെയും പാചകത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഒരു ഹറി ആയിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളെ പേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ജനിച്ച അന്ന് മുതൽ നമ്മളെ പേജ് ഇത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പേജ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തിനാണ് അങ്ങനെ വെറുതെ പേജ് ഒന്നുമില്ലാതെ കളയുന്നത്? നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ എൻജോയ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ പറ്റും. അതുവരെ നമ്മൾ വിചാരിക്കും നമ്മളെ ജീവിതം ഒരു ഡള്ളാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആ ഡൾനെസ് കാണാതെ നല്ല രീതിയിൽ നമ്മളെ ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വളരെ കളർഫുള്ളായിട്ട് തോന്നും. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല ഒരു ചിരിയോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി സ്വയം സ്നേഹിക്കാൻ നോക്കുക. ഓക്കെ.